നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും TCVയുടെ കർഷക മനസ്സിലേക്ക് സ്വാഗതം. തരിശുഭൂമിയിൽ കൃഷി ഇറക്കി വിജയഗാഥകൾ കൊയ്യുന്ന രണ്ട് യുവാക്കളെയും ഒരു വനിതാ കർഷകയെയും ഇന്നത്തെ കർഷക മനസ്സിലൂടെ പരിചയപ്പെടാം. പട്ടാമ്പി സ്വദേശി ഇർഷാദ്, തളി നടുവട്ടം സ്വദേശി ഉൻസാബ്, ഇവരുടെ ബന്ധുകൂടിയായ തളി നടുവട്ടം സ്വദേശി റസിയ എന്നിവരാണ് വാഴകൃഷി നടത്തുന്നത്. ഈ കാണുന്ന 5 ഏക്കറോളം സ്ഥലത്തായി 4200 വാഴകളാണ് കൃഷി ചെയ്യുന്നത്. ഈ കൃഷിയിടത്തിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്നത്തെ കർഷക മനസ്സിൽ. ചെങ്കൽ ഖനനം നടന്നിരുന്ന പ്രദേശമായിരുന്നു ഇവിടം. പിന്നീട് തരിശിട്ടിരുന്ന ഭൂമി മണ്ണിട്ട് നികത്തിയാണ് വാഴക്കൃഷിത്തോട്ടമാക്കി മാറ്റിയതും. തലയുയർത്തി നിൽക്കുന്ന വാഴകൾ ഇന്ന് കണ്ണിന് കുളിർമയേകുന്ന ഹരിതാപമായ കാഴ്ച തന്നെയാണ്. ഇത് മറ്റുള്ളവർക്കും മാതൃകയാക്കാവുന്നതുമാണ്. സ്വർഗീയ ഫലം എന്നാണ് വാഴപ്പഴത്തെ വിശേഷിപ്പിക്കുന്നത്. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ ഏറ്റവും അധികം വാഴക്കൃഷി ചെയ്യുന്നത്. രൂപത്തിലും വലുപ്പത്തിലും സ്വാദിലും തികഞ്ഞ വൈവിധ്യം പുലർത്തുന്ന ഒട്ടേറെ ഇനം വാഴകളുടെ ഒരു കലവറയാണ് കേരളം. മികവും കരുത്തുമുള്ള തൈകൾ യഥേഷ്ടം ലഭിക്കുവാൻ പാകത്തിന് ടിഷ്യൂ കൾച്ചർ സാങ്കേതിക വിദ്യയും ഇന്ന് വാഴക്കൃഷിയുടെ രംഗത്ത് പ്രചാരം നേടിയിരിക്കുന്നു. ഇന്ന് നിലവിലുള്ള വിളകളിൽ മനുഷ്യൻ കൃഷി ചെയ്തു വളർത്തിയ ഏറ്റവും പുരാതന വിള എന്ന ഖ്യാതിയും വാഴയ്ക്ക് തന്നെ. തരിശുഭൂമി വാഴക്കൃഷിക്ക് അനിവാര്യമാകും വിധം ഒരുക്കിയെടുത്ത് വാഴക്കൃഷിയുമായി മുന്നോട്ടു പോകുന്ന മൂവർ സംഘത്തിൻ്റെ വാഴത്തോട്ടമാണ് ഇത്. അഞ്ച് ഏക്കർ വരുന്ന ഈ സ്ഥലത്ത് 4200 വാഴകളാണുള്ളത്. തുടക്കത്തിൽ 500 വാഴകൾ വെച്ചാണ് കൃഷി ആരംഭിച്ചത്. ആദ്യ വിളവ് മോശമല്ല എന്ന് കണ്ടപ്പോൾ വാഴകളുടെ എണ്ണവും കൂടി. ഇപ്പോൾ മൂന്നാമത്തെ സെറ്റ് കൃഷിയാണ് നടക്കുന്നത്. വാഴകളുടെ എണ്ണം 500-ൽ നിന്നും 4200-ആയി മാറി. കൃഷിയിലേക്കുള്ള തുടക്കം എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളെ വീട്ടിൽ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ഒരു ഇൻട്രസ്റ്റിൻ്റെ പേരിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ സ്റ്റാർട്ടിങ് ഞങ്ങളൊരു 500 വാഴ വെച്ചിട്ട് തുടങ്ങിയത്. ഇപ്പോൾ ഇവിടെ 4200-ഓളം വാഴ ഇവിടെ ഉണ്ട്. പിന്നെ വേറെ പുറത്തും സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ അപ്പുറത്ത് തന്നെ വേറെയും ചെയ്യുന്നുണ്ട്. അവിടെ 2400-ഓളം വാഴ ഉണ്ട്. ഇവിടെ 4200 വാഴയുണ്ട്. അതിൽ പല ഇനം വാഴകളാണ്. വാഴ ഇനങ്ങളെന്ന് പറയുമ്പോൾ മറ്റേ ചെങ്ങാലിക്കോടനാണ് കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത്. ടിഷ്യൂ കൾച്ചറാണ്. മുന്നേ കന്നുവാഴ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കന്നുവാഴനെക്കാട്ടിലും ഒന്നുകൂടി ഗുണം ഉണ്ടാവുമെന്ന് കണ്ടിട്ടുണ്ട്. പറഞ്ഞു കേട്ടുള്ളൊരു അറിവ് വെച്ചിട്ടാണ് ഇപ്പോൾ ടിഷ്യൂ കൾച്ചർ ചെയ്തിട്ടുള്ളത്. നേന്ത്രവാഴയിൽ ഇവിടെ ഇപ്പോൾ ചെങ്ങാലിക്കോടൻ, സ്വർണ്ണമുഖി, മഞ്ചേരി നേന്ത്രമുണ്ട്. ടിഷ്യൂ കൾച്ചർ നമ്മൾ മൊത്തം 3500 ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ചെയ്തിട്ടുള്ളത് 2000 എണ്ണമാണ് ഇവിടെ ഉള്ളത്. 2000-ഓളം വാഴ ഇവിടെ ഉണ്ട് ടിഷ്യൂ കൾച്ചർ. പിന്നെ കന്നുവാഴ ഉണ്ട് ഒരു 1000 എണ്ണം. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത അതിൻ്റെ കന്ന് 2 വാഴയായിട്ട് ഒരു കുണ്ടിൽ വെച്ച് നോക്കിയിട്ടുണ്ട്. ചുരുങ്ങിയത് ഒരു 10 കിലോ 12 കിലോനൊക്കെ വെയിറ്റ് കിട്ടുന്നതാണ് പ്രതീക്ഷ. വെറുതെ കിടക്കുന്ന സ്ഥലം എന്ത് ചെയ്യുമെന്നുള്ള ആലോചനയിൽ നിന്നാണ് വാഴക്കൃഷി നടത്താൻ ഈ 2 ചെറുപ്പക്കാർ തീരുമാനിക്കുന്നത്. തുടക്കത്തിൽ കൃഷിയെക്കുറിച്ച് മുൻധാരണകൾ ഒന്നുമില്ല. പലരോടും അറിവുകൾ ആരാഞ്ഞും കാർഷിക ബുക്കുകൾ വായിച്ചും കൃഷിയെക്കുറിച്ച് മനസ്സിലാക്കിയാണ് ഇവർ കൃഷി തുടങ്ങിയത്.
എൻ്റെ ഡിഗ്രി പഠനത്തിന് ശേഷമാണ് ഞങ്ങൾ ഈ ഫീൽഡിലേക്ക് വരുന്നത്. അതിന് മുന്നേ ഇർഷാദ് ഒരു ഫോട്ടോഗ്രാഫറായിരുന്നു. അങ്ങനെ ഞങ്ങളതിന് ശേഷം ഈ ചെങ്കല്ല് ഖനനമാണ് ഈ സ്ഥലത്ത് കാര്യമായി ചെയ്തിരുന്നത്. ഞങ്ങൾ തൃശ്ശൂർ ജിയോളജിയിൽ നിന്ന് 6 വർഷമായിട്ട് പെർമിറ്റ് അടിസ്ഥാനത്തിൽ ഇവിടെ ഖനനം ചെയ്യുകയായിരുന്നു. അങ്ങനെ ഈ ഖനനത്തിന് ശേഷം ഈ സ്ഥലം വീണ്ടും റീഫിൽ ചെയ്തിട്ട് ഇവിടെയുള്ള മണ്ണ് കൊണ്ട് തന്നെ റീഫില്ലായി. പിന്നെ ഈ സ്ഥലത്ത് എന്ത് ചെയ്യണമെന്നും നെക്സ്റ്റ് എന്ത് പരിപാടി വേണമെന്നുള്ളൊരു ഉദ്ദേശം നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഈ സ്ഥലം നികത്തിയിട്ട് വാഴക്കൃഷിയിലേക്ക് നോക്കാം എന്ന് വിചാരിച്ച്. അത് ഇതുപോലെ ഈ വാഴക്കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ വാഴയുടെ ഒക്കെ ചില ആർട്ടിക്കിളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുള്ളതുകൊണ്ട് അങ്ങനെ അടുത്ത ഫീൽഡ് എന്ത് വേണമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഒരു പരീക്ഷണാർത്ഥത്തിൽ ഞങ്ങൾ ആദ്യം കുറച്ച് വാഴ വെച്ച് തുടങ്ങിയിട്ട് ഇപ്പോൾ അതൊരു ഇത്തിരി വിപുലമായിട്ട് നടത്തുന്നു. പിന്നീട് ആദ്യം പരമ്പരാഗത രീതിയിലുള്ള വാഴക്കൃഷിയിലാണ് ഞങ്ങൾ ഊന്നി ചെയ്തിരുന്നത്. പിന്നീട് ഇപ്പോൾ ഇന്നത്തെ ടെക്നോളജിയിലൂടെ തന്നെ കൃഷിയുടെ സമയവും ചെലവുകളും കുറച്ച് ലാഭം കൂട്ടി ചെയ്യാം എന്നുള്ളൊരു അറിവുകളൊക്കെ പല ഭാഗത്തു നിന്നായി കിട്ടാൻ തുടങ്ങി. കൂട്ടത്തിൽ ഇവരുടെ ബന്ധുവായ റസിയയെയും അവർ കൂടെ കൂട്ടി. റസിയ കൃഷിയിൽ നല്ല പരിചയമുള്ള കർഷകയാണ്. പലയിനം കൃഷികൾ റസിയ തന്നെ പറമ്പിൽ കൃഷി ചെയ്യുന്നുമുണ്ട്. ആ പരിചയസമ്പത്താണ് റസിയ ഇവിടെയും പ്രയോഗിക്കുന്നത്. അങ്ങനെ കുടുംബശ്രീ വകുപ്പിലാണ് വന്നിരുന്നത്. അങ്ങനെ ഞങ്ങൾ 30 വാഴ ആണ് ആദ്യം ചെയ്തത്. പിന്നീട് പിന്നെ അവരെല്ലാവരും അതിന് വിട്ടു. ഞങ്ങൾ 3 പേരും കൂടി ചെയ്തിരുന്നു. പിന്നെ ഞാൻ ഒറ്റയ്ക്കായി ചെയ്യൽ. ഇവിടെയല്ല, വീട്ടിൽ അവിടെ ആയിരുന്നു. അപ്പോൾ അതിന് ശേഷം പിന്നെ എനിക്ക് ഞാൻ പടവലം, കയ്പ, അതുപോലെ ഇഞ്ചി, മഞ്ഞൾ, പിന്നെ അങ്ങനെ ഇതുപോലെ നേന്ത്രവാഴ, അങ്ങനെ കൂർക്ക, അങ്ങനെ ഒരുപാട് കൃഷികൾ ഞാൻ ആ 1 ഏക്കർ സ്ഥലത്ത് ചെയ്തിരുന്നു. അങ്ങനെ അത് കണ്ടിട്ട് എന്നെ പഞ്ചായത്ത് തലത്തിൽ വിളിച്ച് പിന്നെ അവരെനിക്ക് ഒരു അവാർഡും കാര്യങ്ങളൊക്കെ കർഷകശ്രീയായിട്ട് അനുവദിച്ച് അവാർഡൊക്കെ തന്നിരുന്നു. അതിന് ശേഷമാണ് പിന്നെ ഇവർ വന്നത്. അപ്പോൾ പിന്നെ എൻ്റെ കൂടെ അവരുടെ കൂടെ ഞാനും അങ്ങ് കൂടി. അങ്ങനെ ഞങ്ങൾ ആദ്യം ഒരു 100-500 വാഴ വെച്ചു. പിന്നെ അതിന് ശേഷം അത് വിപുലീകരിച്ച് ഒരു 1000 പിന്നെ വാഴയാക്കി വിട്ടു. പിന്നെ ഇപ്പോൾ 4200 വാഴകളൊപ്പം ഞങ്ങൾ വെച്ചിട്ടുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് പച്ചക്കറി കൃഷിയൊന്നും ചെയ്യാൻ അധികം പറ്റിയില്ല. ചെയ്തത് ഒന്നും ശരിയായില്ല. ആ സീസൺ ശരിയല്ലായിരുന്നു. അങ്ങനെ പിന്നെ 2000 ടിഷ്യൂ കൾച്ചർ വെച്ചിട്ടുണ്ട്. 1000 മറ്റേ ചങ്ങാരിക്കുടം വെച്ചിട്ടുണ്ട്. പിന്നെ മഞ്ചേരി, ആന്ധ്രാപൂവൻ, അങ്ങനെ പല വിഭാഗത്തിലുള്ള കൃഷികൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും വിപുലീകരിക്കണം എന്നാണ് ആഗ്രഹം. ആദ്യം നമ്മൾ ആട്ടുംകാട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആട്ടുംകാട്ടും ചാണകപ്പൊടിയൊക്കെ ഇട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വാഴ എണ്ണം കൂടിയപ്പോൾ ഇത്ര ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇപ്പോൾ അക്ഷയ്, വിജയ്, അതേപോലെ തന്നെ കടലപ്പിണ്ണാക്ക്, വേപ്പിണ്ണാക്ക്, മീല്, ആ വക സാധനങ്ങളാണ് ഫസ്റ്റിൽ ഇട്ട് കൊടുത്തത് അടിവളമായിട്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ മാസം കടലപ്പിണ്ണാക്കും ചാണകവും കൂടെ പുളിപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മാസം. ഈ ഒഴിച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയിലായിട്ട് 20 ദിവസം കൂടുമ്പോൾ തരി രൂപത്തിൽ ഫാറ്റം ബോക്സ്, യൂറിയ, പൊട്ടാഷ്, അങ്ങനെ ഒരു 3-4 ഐറ്റം വളം ചെയ്യുന്നുണ്ട്. വെള്ളം ഞങ്ങളിപ്പോൾ ഇവിടെ ഒരു കിണറുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് കിണറിനെ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ മെയിനായിട്ട് ഞങ്ങളിവിടെ കുഴലടിച്ചിട്ട് അതിൽ നിന്നാണ് വെള്ളം എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഡ്രിപ്പ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വെള്ളത്തിനെ കുറിച്ചിട്ട് വലിയ ഡൗട്ടില്ല. കാരണം ഏകദേശം നമുക്ക് മൊത്തം വാഴയിലേക്ക് കവറായി വരുന്നുണ്ട്. ഈ ഡ്രിപ്പിൽ കൂടെ വെള്ളം വരുമ്പോൾ അധികം ലഭ്യത വിഷയമില്ല. വെള്ളം പാഴായി പോകുന്നൊരു വിഷയം വരുന്നില്ല. പിന്നെ ഇതിനിടവേളയായിട്ടുള്ള ഇനി മറ്റുള്ള കൃഷികളൊക്കെ ഞങ്ങൾ അവലംബിക്കാനുള്ള ഉദ്ദേശത്തിലാണ്. അങ്ങനെ കുറച്ച് ആദ്യം ഞങ്ങളൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തിട്ടെങ്കിലും ഇനി ഇത് കാര്യമായിട്ടുള്ളൊരു രീതിയിൽ തന്നെ ചെയ്തു പോകണമെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. ഇവിടെ ബാക്കിയുള്ള കുറച്ച് സ്ഥലം കൂടി ഫില്ല് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെങ്കൽ വെട്ടിയിരുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ്. അവിടെയൊക്കെ ഫില്ല് ചെയ്തിട്ട് വാഴക്കൃഷി തന്നെ ആയിട്ട് മുന്നോട്ട് പോകാമെന്നുള്ള ഉദ്ദേശത്തിലാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്.
2000 ടിഷ്യൂ കൾച്ചർ വാഴകളാണ് ഇവിടെയുള്ളത്. കന്നുവാഴകൾ 1000 എണ്ണവും മറ്റ് നേന്ത്ര ഇനങ്ങളും ഈ വാഴത്തോട്ടത്തിൽ ഉണ്ട്. 3 പേരിൽ ഒരാൾ എപ്പോഴും തോട്ടത്തിൽ ഉണ്ടാകും. കിണറുണ്ടെങ്കിലും വെള്ളത്തിൻ്റെ കുറവ് കാരണം കുഴൽ കിണർ സംവിധാനം ഉപയോഗിച്ചാണ് വെള്ളം ലഭ്യമാക്കുന്നത്. വാഴകൾക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയിലാണ് വെള്ളം എത്തിക്കുന്നത്. നേരം വെളുത്തെണിച്ച് വന്നാൽ നമ്മൾ നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്ന പോലെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ പോയും തലോടിയും നോക്കി ഒക്കെ ചെയ്യുമ്പോൾ അതിനൊരു സന്തോഷം എനിക്ക് കിട്ടുന്നുണ്ട്. 3 സീസണിലായിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു സീസൺ കൂടി ആക്കണം, ഒരു 4 മാസം ഇടവിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹം കൂടി ഉണ്ട്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ എൻ്റെ കുടുംബർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങളങ്ങനെ ഒന്നിച്ചങ്ങ് പോകുന്നു എന്ന് മാത്രം. ഞങ്ങൾ നഷ്ടമൊന്നും കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ട് വന്നിട്ടില്ല. പിന്നെ ഇപ്പോൾ ഈ പ്രളയത്തിൽ ഞാൻ വെച്ചതിന് കുറച്ച് നഷ്ടം വന്നിട്ടുണ്ട്. അതിപ്പോൾ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമില്ലേ, അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. ചെയ്തു നോക്കുന്നു, അങ്ങനെ നഷ്ടം ഇതുവരെ വന്നിട്ടില്ല എന്നാണ്. പിന്നെ ഈ അടുത്ത സീസണിൽ പ്രളയം വന്നതിൽ എനിക്കിത്തിരി വീഴ്ച വന്നിട്ട് ഞാൻ സ്വന്തമായിട്ടും ചെയ്യുന്നുണ്ട്, ഇവരെ കൂടെയും ചെയ്യുന്നുണ്ട്, ഞാൻ സ്വന്തമായിട്ടും ചെയ്യുന്നുണ്ട്. വീട്ടിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ടിഷ്യൂ കൾച്ചർ വാഴകൾ വെച്ച ശേഷം നല്ല വിളവ് കിട്ടിയെന്നാണ് ഇവർ പറയുന്നത്. ആട്ടിൻ കാഷ്ടം, ചാണകപ്പൊടി, അക്ഷയ വിജയ്, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്ക് ഇവയൊക്കെയാണ് അടിവളമായി ഇപ്പോൾ ഉപയോഗിക്കുന്നത്. മാസം തോറും കടലപ്പിണ്ണാക്കും ചാണകവും പുളിപ്പിച്ച് ഒഴിച്ചു കൊടുക്കും. ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ വെച്ചിട്ടുള്ളത് ഭൂരിഭാഗവും ടിഷ്യൂ കൾച്ചറിലുള്ള ചങ്ങാലിക്കോടനാണ് ഞങ്ങളിവിടെ ചെയ്തിട്ടുള്ളത്. അതിന് പുറമെ ഈ സ്വർണ്ണമുഖി ഒരു ഭാഗത്ത് കുറച്ച് ഭാഗങ്ങളിലായിട്ട് സ്വർണ്ണമുഖി ചെയ്തിട്ടുണ്ട്. അത് അവരുടെ അതേ ടിഷ്യൂവിൽ നിന്ന് തന്നെയാണ്. 42-44 കിലോ വരെ സ്വർണ്ണമുഖി അവിടുത്തെ വരുന്നുണ്ട്. പിന്നെ ആന്ധ്രാപൂവൻ, മഞ്ചേരി നേന്ത്രൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മഞ്ചേരി നേന്ത്രനൊക്കെ ഈ ചിപ്സ് ഐറ്റംസ് ഇതിന് കൂടുതലായിട്ട് പോകുന്ന അങ്ങനെയുള്ളതൊക്കെ ഇടകളായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഒരു വൈവിധ്യം ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ മഞ്ചേരി ഇതൊക്കെ ചെയ്യും. ഇനി കഥകളി അങ്ങനെയുള്ള മറ്റുള്ള കാര്യങ്ങളിലേക്കും നോക്കിയിട്ടുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ചിട്ട് ഇപ്പോഴും ഞങ്ങളൊരു പഠന കാലഘട്ടത്തിലാണ്. അപ്പോൾ ഇത് വ്യാപകമായിട്ട് ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതിന് പുറമെ ഞങ്ങൾക്ക് ഇവിടെ ഈ അടുത്തുള്ള ആൾക്കാരോടുള്ളൊരു ഉത്ഭവനം എന്ന നിലയ്ക്ക് മറ്റുള്ളവരൊക്കെ വന്നിട്ട് ചോദിക്കാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ അവരുമായിട്ട് കോപ്പറേറ്റ് ചെയ്തിട്ട് വാഴയുടെ ഇല സെയിലിംഗ് അങ്ങനെയുള്ള ഒരു മേഖലയും കൂടി നോക്കുന്നുണ്ട്. പിന്നെ ഇവിടെ തന്നെ ഇപ്പോൾ ഒരു കൂട്ടായ്മകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് വാഴ കൃഷിയുമായി ബന്ധപ്പെട്ട്. മെയിനായിട്ട് ഇവിടെ ചങ്ങാലിക്കോടൻ്റെ ഒക്കെ ഈ എരുമപ്പെട്ടി പരിസരങ്ങളിലൊക്കെ ആയിട്ട് കാര്യമായിട്ട് നടത്തുന്നതായ കാരണം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരമാവധി കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പിന്നെ കൃഷിയല്ലേ, അത് കാരണം കൃഷിയുടേതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം സുഖമൊക്കെ ഉണ്ട്. ഒരാളെന്തായാലും ഇവിടെ ഫുൾ ടൈം ഉണ്ടാവും. ഒരാൾ ഈ മോട്ടർ എപ്പോഴും ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നേ, ഒരാൾ എന്തായാലും ഇവിടെ വേണം. ചിലപ്പോൾ രാത്രിയാവും. പിന്നെ ഇപ്പോൾ ഈ ചൂട് ഇങ്ങനെ ചൂടായ കാരണം ഉച്ചയ്ക്ക് നനച്ചിട്ട് കാര്യമില്ല. കാരണം ഒന്നല്ലെങ്കിൽ രാവിലെ നടത്താനൊക്കെ, അല്ലെങ്കിൽ രാത്രിയൊക്കെ നനയ്ക്കുക. വീട്ടിൽ 10-10:30 മണിയൊക്കെ ഓടും നനയ്ക്ക് കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ. വിളവ് കൂടുതൽ കിട്ടുന്നത് ടിഷ്യൂ കൾച്ചർ തന്നെയാണ്. കേടും കുറവാണ് ടിഷ്യൂ കൾച്ചറിന്. കാര്യമായിട്ടുള്ള കന്നിൻ്റെ അത്ര വളർച്ച പെട്ടെന്ന് സ്റ്റാർട്ടിങ്ങിൽ കൂടുതൽ വളർച്ച ഉണ്ടാവുക കന്നാണ്. ഇത് 3 മാസം നല്ല കട്ട പണി തന്നെ. 3 മാസം നല്ല റിസ്ക്കാണ് നോട്ടം. ഇതിപ്പോൾ നമ്മൾ ആദ്യം മറ്റേ 2 ഇല 3 ഇല വിരിഞ്ഞിട്ടുള്ള തൈ കൊടുന്നിട്ട് അത് വേറെ കൂടയിലേക്ക് മാറ്റിയിട്ട് ഒരു 1.5 മാസം നോക്കിയിട്ട് ഒരു 1.5 അടി 2 അടി ഹൈറ്റാക്കി എന്നിട്ടാണ് മണ്ണിലേക്ക് എടുത്ത് വെച്ച്. പിന്നെ പ്രളയ സമയത്താണ്
നമ്മളിത് വാഴ വെക്കാൻ നോക്കിയത്. അപ്പോൾ പിന്നെ ഡയറക്റ്റ് മണ്ണിൽ വെക്കാനും പറ്റില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇതിപ്പോൾ ഇനി 3 മാസം ഇനിയിപ്പോൾ അടുത്ത വാഴവെപ്പ് എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതിൽ വലിയ കന്ന് നോക്കിയിട്ട് നമ്മൾ ഇപ്പം തന്നെ അതിൽ നിന്ന് പറിച്ചെടുക്കും. എന്നിട്ട് അത് കവറിൽ പ്ലാന്റ് ചെയ്തിട്ട് ഒരു മാസത്തോളം നമ്മൾ കൂടയിൽ വെച്ചിട്ട് വളർത്തിയിട്ട് പിന്നെ അത് കുണ്ടിൽ മണ്ണിൽ വെക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു 4 ഇല 5 ഇല ഒക്കെ ആയിട്ട് ഉണ്ടാവും, അങ്ങനെ മണ്ണിൽ വെക്കും. അപ്പോൾ ഈ ടിഷ്യൂ കൾച്ചറിൻ്റെ അതേ ഗുണം തന്നെ കിട്ടുമെന്നാണ് പറയണത്. മണ്ണിൻ്റെ ഉൾവരത വാഴക്കൃഷിയുടെ വിജയത്തിന് അനുപേക്ഷണീയമാണ്. ഇതിന് പ്രധാന കാരണം വാഴ അതിൻ്റെ വളർച്ചാകാലത്ത് മണ്ണിൽ നിന്ന് ധാരാളം പോഷകമൂലകങ്ങൾ ആഗിരണം ചെയ്താണ് വളരുന്നത് എന്നതാണ്. അതുകൊണ്ട് തന്നെ മണ്ണിൻ്റെ ആഴവും നീർവാർച്ചാ സൗകര്യവും വാഴക്കൃഷിക്ക് സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ നിർബന്ധമായും കണക്കിലെടുക്കണം. വാഴക്കൃഷി ചെയ്യുന്ന മണ്ണിന് കുറഞ്ഞത് 50 സെൻറ്റിമീറ്റർ താഴ്ചയുണ്ടായിരിക്കണം. അധികം അമ്ല സ്വഭാവമോ ക്ഷാര സ്വഭാവമോ ഇല്ലാത്തതും ജൈവവള സമൃദ്ധവും ധാരാളം നൈട്രജനും ആവശ്യത്തിന് ഫോസ്ഫറസും വേണ്ടത്ര പൊട്ടാഷും അടങ്ങിയ മണ്ണാണ് വാഴക്കൃഷിക്ക് അനുയോജ്യം. അപൂർവ സന്ദർഭങ്ങളിലല്ലാതെ കേരളത്തിലെ വാഴക്കൃഷിയിൽ കാറ്റ് പ്രശ്നമാകാറില്ലെങ്കിലും ആഗോളതലത്തിൽ വാഴയുടെ വളർച്ചയിലും ഉൽപ്പാദനത്തിലും കാറ്റിനും നിർണായകമായ സ്ഥാനമുണ്ട്. വിളവെത്താറായ പല വാഴത്തോട്ടങ്ങളും ശക്തിയായ കാറ്റ് വാഴയൊടിച്ചും മറ്റും താറുമാറാക്കുക പതിവ് കാഴ്ചയാണ്. മണിക്കൂറിൽ 50 കിലോമീറ്ററിലധികം വേഗത്തിൽ വീശുന്ന കാറ്റാണ് വാഴക്കൃഷിക്ക് ഏറ്റവും അപകടകാരിയായി തീരുന്നത്. രുചിവൈവിധ്യമുള്ള ഒട്ടേറെ വാഴയിനങ്ങളുടെ തറവാടാണ് കേരളം. ഏതാണ്ട് 50-ലേറെ വൈവിധ്യമുള്ള ഇനം വാഴകൾ ഇവിടെ കൃഷി ചെയ്തു വരുന്നു. വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷിയിൽ കേരളത്തിൽ മുന്നിൽ നിൽക്കുന്നത് നേന്ത്രൻ ആണ്. വാഴക്കൃഷിയിൽ ടിഷ്യൂ കൾച്ചർ തൈകളുടെ കടന്നുവരവ് ദ്രുതഗതിയിലായിരുന്നു. തൈ ഉൽപാദനത്തിനും സുലഭമായ ലഭ്യതയ്ക്കുമൊക്കെ ഇടയാക്കി എന്നു പറയാം. മികച്ച കന്നുകൾ യഥേഷ്ടം ലഭിക്കുന്നില്ല എന്ന പ്രശ്നത്തിനും ടിഷ്യൂ കൾച്ചർ തൈകൾ പരിഹാരമാണ്. ഗുണമേന്മയില്ലാത്ത തൈകളുടെ ഉപയോഗം വഴി വാഴയുടെ ഉൽപാദനക്ഷമത കുറയുന്നു എന്ന പ്രശ്നത്തിനും ടിഷ്യൂ കൾച്ചർ തൈകൾ ആശ്വാസം നൽകുകയാണ് കർഷകന്. വാഴയെ ബാധിക്കുന്ന വൈറസ് രോഗങ്ങളായ കുമനാമ്പ്, കൊക്കാൻ, പനാമ വാട്ടം എന്ന കുമിൾ രോഗവും കന്നുകളിലൂടെയാണ് സാധാരണ പ്രചരിക്കുന്നത്. ഇത്തരം പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാണ് ടിഷ്യൂ കൾച്ചർ വാഴകൾ. ടിഷ്യൂ കൾച്ചർ വാഴയും സാധാരണ വാഴയും താരതമ്യം ചെയ്താൽ ഇതിൻ്റെ മേന്മകൾ ബോധ്യമാകും. മാതൃസസ്യത്തോട് അതേപടി രൂപഭാവ സ്വഭാവങ്ങളിൽ 100% കൂറു പുലർത്തുന്നവയാണ് ടിഷ്യൂ കൾച്ചർ തൈകൾ. നടുന്ന സമയത്ത് ടിഷ്യൂ കൾച്ചർ തൈകൾ രോഗകീടവിമുക്തമാണ് എന്നുറപ്പാക്കും. തുടർ പരിപാലനത്തിൽ ശ്രദ്ധിച്ചാൽ ഇത് ഇതേപടി നിലനിർത്താനും കഴിയും. ഭക്ഷണപ്രിയനാണ് വാഴ. അതുകൊണ്ടുതന്നെ വളപ്രയോഗത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല ഇവൻ. വാഴയുടെ ശരിയായ വളർച്ചയ്ക്കും വിളവുൽപാദനത്തിനും ധാരാളം
പോഷകമൂലകങ്ങൾ കൂടിയേ തീരൂ. ഉപയോഗിക്കുന്ന വളത്തിൻ്റെ സ്വഭാവം, വളത്തിലെ പോഷകമൂലകങ്ങളുടെ തോത്, വളം നൽകുന്ന സമയം എന്നിവയെ ആശ്രയിച്ചാണ് വളപ്രയോഗത്തിൻ്റെ കാര്യക്ഷമത നിർണ്ണയിക്കപ്പെടുന്നത്. ജൈവവളങ്ങളുടെ ശരിയായ അടിത്തറയിൽ വേണം വാഴയ്ക്ക് രാസവളങ്ങൾ നൽകാൻ. എങ്കിൽ മാത്രമേ ശരിയാം വിധം വാഴയുടെ തുടർ വളർച്ചയ്ക്ക് മണ്ണ് പാകപ്പെടുകയും പിന്നീട് ചേർക്കുന്ന രാസവളങ്ങളിൽ നിന്ന് വളർച്ചയ്ക്ക് ആവശ്യം വേണ്ടുന്ന മൂലകങ്ങൾ വാഴയ്ക്ക് വലിച്ചെടുക്കുവാനും കഴിയുകയും ചെയ്യുകയുള്ളൂ. മഴയെ ആശ്രയിച്ചും നനച്ചും വാഴ വളർത്തുന്ന പതിവ് നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്. വാഴത്തോട്ടത്തിലെ പ്രതലമണ്ണ് ഒരിക്കലും പൂർണ്ണമായി ഉണങ്ങി വരളാൻ അനുവദിക്കരുത്. വേണ്ടത്ര മഴ കിട്ടാത്ത സ്ഥലങ്ങളിൽ വാഴക്കൃഷി ചെയ്യുവാൻ കൃത്രിമ ജലസേചന മാർഗങ്ങളുടെ സഹായം തേടുന്നു. വാഴക്കൃഷിയിൽ കൃത്രിമ ജലസേചനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. യഥാസമയത്തുള്ള നന കൊണ്ടു മാത്രമേ വാഴയിൽ നിന്ന് മികച്ച വിളവ് ഉറപ്പാക്കാൻ കഴിയുകയുള്ളൂ. നന പോലെ തന്നെ പ്രധാനമാണ് വാഴത്തോട്ടത്തിലെ നീർവാർച്ചയും. മഴക്കാലാരംഭത്തോടെ 2-3 വാഴവരികൾക്ക് 1 എന്ന തോതിൽ 20 മുതൽ 30 സെൻറ്റിമീറ്റർ ആഴത്തിൽ ചാലുകൾ കീറി സുഗമമായ ജലനിർഗമനം ഉറപ്പാക്കണം. ശരിയായ നീർവാർച്ചയില്ലാത്തതാണ് പല വാഴത്തോട്ടങ്ങളിലും കുറഞ്ഞ വിളവിനും മേന്മയില്ലാത്ത വിളവിനും ഇടയാക്കുന്നത്. വളപ്രയോഗം, ജലസേചനം എന്നിവ പോലെ തന്നെ വാഴക്കൃഷിയിൽ സശ്രദ്ധം ശ്രദ്ധിക്കേണ്ടുന്ന മറ്റ് പരിചരണ മുറകളിലൊന്നാണ് ഊന്നുകൊടുക്കൽ. വാഴ വളരുന്നതിനനുസരിച്ച് അത് ഒടിഞ്ഞു വീഴാതെ ഊന്നുകൊടുക്കേണ്ടത് ആവശ്യമാണ്. കാറ്റ് നിമിത്തം വാഴ ഒടിഞ്ഞു വീഴാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുല പൊതിയൽ മറ്റൊരു പരിചരണ മുറയാണ്. വാഴക്കുല പൊതിഞ്ഞു കിട്ടുന്നത് പുരാതനമായ ഒരു പരിചരണമാണ്. കായ്കൾക്ക് നല്ല പുഷ്ടിയും നിറവും കിട്ടാനും പക്ഷികളുടെയും അണ്ണാൻ്റെയും ഒക്കെ ശല്യം ഒഴിവാക്കാനും ഇത് സഹായകമാണ്. തണുത്ത പ്രദേശങ്ങളിൽ വാഴക്കുലയെ തണുപ്പിൽ നിന്ന് സംരക്ഷിക്കാനും കുല പൊതിയൽ ഉപകരിക്കുന്നതാണ്. ചാക്ക്, ഓല, പ്ലാസ്റ്റിക് കവർ, വാഴയില എന്നിവ ഇങ്ങനെ കുല പൊതിയാൻ ഉപയോഗിച്ചു വരുന്നു. അധികമായി സൂര്യാഘാതം ഏൽക്കാതിരിക്കാനും ഇത് നല്ലതാണ്. തൃശ്ശൂർ ജില്ലയിൽ വളർത്തുന്ന കാഴ്ചക്കുലയായ ചെങ്ങാലിക്കോടൻ വാഴക്കുല പരമ്പരാഗതമായി തന്നെ കർഷകർ വാഴയില കൊണ്ട് പൊതിഞ്ഞുകെട്ടി അതിൻ്റെ സ്വതസിദ്ധമായ നിറം തെളിയാൻ അവസരം ഒരുക്കാറുണ്ട്. വാഴയില മുറിച്ച് ആവശ്യാധിഷ്ഠിതമായി എണ്ണം നിയന്ത്രിക്കുക വാഴക്കൃഷിയിലെ ഒരു പ്രധാന പരിചരണമാണ്. അനാവശ്യമായി വളർന്നുകൂടുന്ന ഇലകൾക്കുണ്ടാകുന്ന ചില ഇലരോഗങ്ങൾ നിയന്ത്രിക്കാനും വേണ്ടത്ര സൂര്യപ്രകാശം വാഴയ്ക്ക് ലഭിക്കാനും ആണ് ഇത് ചെയ്യുന്നത്. വാഴക്കൃഷിയുടെയും കർഷകൻ്റെയും സ്വസ്ഥത കെടുത്തുന്ന നിരവധി രോഗങ്ങളുണ്ട്. ഇവയുടെ ലക്ഷണങ്ങൾ അറിയുകയും നിയന്ത്രണ വിധികൾ സ്വീകരിക്കുകയും ചെയ്താൽ രോഗശല്യം വാഴയ്ക്ക് പ്രശ്നമാകുകയില്ല.
മണ്ണിൽ എല്ലുമുറിയെ പണിയെടുത്താൽ പല്ലുമുറിയെ തിന്നാമെന്ന പഴമൊഴിയെ അന്വർത്ഥമാക്കുന്നതാണ് ഈ കൃഷിക്കൂട്ടായ്മയുടെ വിജയം. ഇർഷാദ്, ഉൻസാബ് എന്നീ യുവ കർഷകരും കൃഷിയിലെ വനിതാ സാന്നിധ്യമായ റസിയയും ഒന്നിച്ചപ്പോൾ ഇവർ ഒറ്റക്കെട്ടായി മണ്ണിൽ വിയർപ്പൊഴുക്കിയപ്പോൾ നല്ല വിളവാണ് ഇവർക്ക് ലഭിക്കുന്നത്. ഇനിയും ഇവിടെ തരിശായി കിടക്കുന്ന ഭൂമിയിൽ കൃഷി ഇറക്കാനും വാഴക്കൃഷിയിൽ പുതുപരീക്ഷണങ്ങൾ നടത്താനുമുള്ള ഒരുക്കത്തിലാണ് ഈ കർഷക കൂട്ടായ്മ. ഇതോടെ TCVയുടെ കർഷക മനസ്സിന് സമാപനമാകുകയാണ്. വീണ്ടും കാണാം അടുത്ത അധ്യായത്തിൽ മറ്റൊരു കർഷകൻ്റെ വിജയഗാഥയുമായി. നന്ദി, നമസ്കാരം.